ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത്. ആദ്യമായി നിങ്ങളുടെ ചോദ്യം ഉണ്ടായിരിക്കും, സാറേ ഓണം എക്സാമിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ ഒരു 10 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒഫീഷ്യലായിട്ട് ഒരൊറ്റ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓണം എക്സാമിനേഷൻ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകാൻ വളരെ ചാൻസ് കുറവാണ്. എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർമാർ അൺഒഫീഷ്യലായിട്ട് ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ ഓണം എക്സാമിനേഷൻ നടത്തുന്നതായിരിക്കും, +2 പാരലായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ ഓണം എക്സാമിനേഷൻ സ്കൂളിൽ നടത്തുന്നതല്ലേ, അത്ര ലാഘവത്തോടെ എടുത്താൽ മതിയല്ലോ. എന്നാൽ അവിടെയാണ് മക്കളെ നിങ്ങൾക്ക് തെറ്റിപ്പോയത്. നിങ്ങൾ ആദ്യമായി +1 ആദ്യമായി നേരിടാൻ പോകുന്ന ഒരു എക്സാമിനേഷനാണ് ഈ ഓണം എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അത്ര ലാഘവത്തോടെ അല്ലാതെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ +1 ഡെപ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ഇനി നടക്കാൻ പോകുന്ന എക്സാമിനേഷന് മുഴുവൻ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിലെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ്. സിലബസിനെ കുറിച്ച് നല്ല ഒരു ധാരണ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമുക്കറിയാം 10ാം ക്ലാസ് പോലെയല്ല നമ്മുടെ +1 എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്ന ക്ലീഷേ ഡയലോഗ് തന്നെയാണിത്. എന്നാൽ അങ്ങനെ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് കാര്യങ്ങളാണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. അത്ര വലിയ സിലബസ് ആണ് മക്കളെ +1 നമുക്ക് കവർ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ്. എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി നമ്മുടെ സിലബസ് ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ചില ടോപ്പിക്കിന് നിങ്ങൾ കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. മൂന്നാമതായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഡെറിവേഷൻ തന്നെയാണ്. ഈ ഡെറിവേഷൻ എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കീ പോയിന്റുകൾ മനസ്സിലാക്കി വേണം നിങ്ങളെല്ലാവരും ഡെറിവേഷൻ പഠിക്കാൻ. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി തന്നെ ഒരു കണ്ണാടിയുടെ മുന്നിലോ മറ്റോ പോയി നിന്നുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററും ആ ഡെറിവേഷനും ആ ഇക്വേഷൻസൊക്കെ നിങ്ങളെ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അത് ഉറപ്പായി നിലനിൽക്കുന്നതായിരിക്കും. പിന്നെ നാലാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏത് ടോപ്പിക്കാണോ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് നല്ല ഒരു അറിവുണ്ടായിരിക്കണം. അതിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അടുത്ത എക്സാമിനേഷനൊക്കെ മുഴുവൻ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം എന്നല്ലേ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. അഗ്നി ബാച്ചിലെ ലൈവ് സീരീസുകളായിക്കോട്ടെ, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിക്കോട്ടെ, എക്സാം സീരീസുകളായിക്കോട്ടെ, എല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വർഷത്തെ കംപ്ലീറ്റ് സിലബസും നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണമെന്ന് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളെ നിങ്ങളിങ്ങി പോന്നാൽ മാത്രം മതി. ഈ +1 എന്ന് പറയുന്ന കൊല്ലക്കൊമ്പനെ മെരുക്കിയെടുത്ത് നമുക്ക് ഫുൾ മാർക്ക് അടിച്ചെടുക്കുക തന്നെ ചെയ്യാം. അപ്പോൾ അഗ്നി ബാച്ചിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ഫുൾ മാർക്ക് മേടിക്കാം. അപ്പോൾ അഗ്നി ബാച്ചിൽ കാണാം. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.